യെശയ്യാവ് 33:6. നിന്റെ കാലത്ത് സ്ഥിരതയും രക്ഷാസമൃദ്ധിയും ജ്ഞാനവും പരിജ്ഞാനവും ഉണ്ടാവും. യഹോവാഭക്തി അവരുടെ നിക്ഷേപമായിരിക്കും. ഈ കാലത്തെക്കുറിച്ചാണ് പറയുന്നത്. യേശു കർത്താവിൻ്റെ കാലത്ത്, സഭയുടെ കാലത്ത് സ്ഥിരതയും രക്ഷാസമൃദ്ധിയും ജ്ഞാനവും പരിജ്ഞാനവും നമുക്കുണ്ട്. യഹോവാഭക്തി നമ്മുടെ നിക്ഷേപമായിരിക്കും. നമ്മുടെ ബാങ്ക് ബാലൻസ്, നമ്മുടെ സ്ഥാവര ജംഗമ സമ്പത്തുകൾ യഹോവാഭക്തിയായിരിക്കും. സദൃശ്യവാക്യങ്ങൾ പറയുന്നു, അനവധി സമ്പത്തിനേക്കാളും സത്കീർത്തിയും വെള്ളിയേക്കാളും പൊന്നിനേക്കാളും കൃപയും നല്ലത്. കാരണം ഈ അനവധി സമ്പത്തുണ്ടെങ്കിലും പേര് കെട്ടുപോയാലോ, പേര് ജീവപുസ്തകത്തിൽ ഇല്ലെങ്കിലോ ഫലമില്ല. വെള്ളിയും പൊന്നും ടൺ കണക്കിനുണ്ട്. കൃപയില്ലെങ്കിലോ, നമ്മുടെ മക്കൾക്ക് കൃപയില്ലെങ്കിലോ, അവരുടെ ജീവിതത്തിൽ, വിദ്യാഭ്യാസത്തിൽ, അവരുടെ ആരോഗ്യത്തിൽ, അവരുടെ ഭാവിയിൽ ദൈവകൃപ കിട്ടുന്നില്ലെങ്കിലോ വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടും ഒരു കാര്യമില്ല. യഹോവാഭക്തിക്ക് വേറൊരു ഡെഫിനിഷൻ ഉള്ളത് എന്താണ്? അത് അനാഥരെയും വിധവമാരെയും അവരുടെ ഞെരുക്കങ്ങളിൽ ചെന്ന് കാണുന്നതും ലോകത്തിന്റെ കളക്കമേൽക്കാതെ തന്നെ സൂക്ഷിക്കുന്നതുമാണ്. എന്ന് പറഞ്ഞാൽ പരോപകാരവും വിശുദ്ധിയുമാണ്. ഒന്ന് സ്വർഗമായിട്ട് ബന്ധപ്പെട്ടത്, ഒന്ന് ഭൂമിയായിട്ട് ബന്ധപ്പെട്ടത്. കണ്ടോ, നമ്മൾ എന്ത് ഭൂമിയിലെ നിക്ഷേപമാണോ വേണ്ടെന്ന് വയ്ക്കുന്നത്, കർത്താവ് നമുക്ക് ഭൂമിയിൽ നിക്ഷേപം തരും. 2, സ്വർഗത്തിൽ നിത്യതയിൽ വലിയ പ്രതിഫലവും തരും. യഹോവാഭക്തി നമ്മുടെ നിക്ഷേപം, സഭയുടെ നിക്ഷേപം.